ചില സത്യങ്ങൾ പറയുകയാണ് കൽപ്പറ്റ നാരായണൻ. തന്റെ മകൻ തനിക്ക് ഒരു മാനക്കേടും ഉണ്ടാക്കാതെ അയാളുടെ ജീവിതം നയിക്കുന്നയാളാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്ന് സാഹിത്യകാരൻ പറഞ്ഞു. സോഷ്യലിസ്റ്റ് നേതാവും മുൻ വടകര നഗരസഭാ ചെയർമാനുമായ കെ രാഘവൻ അനുസ്മരണത്തിലാണ് CPM-ലെയും കോൺഗ്രസിലെയും ചില പ്രശ്നങ്ങളിൽ കൽപ്പറ്റ നാരായണൻ പ്രതികരിച്ചത്. ഏറെക്കാലത്തിനു ശേഷമാണ് ഒരു സാഹിത്യകാരൻ കേരളത്തിലെ രാഷ്ട്രീയ അപജയങ്ങളെ സത്യസന്ധമായി നിരീക്ഷിക്കുന്നത്. എഴുത്തുകാർ ഒരിക്കലും കക്ഷി രാഷ്ട്രീയത്തിന്റെ വക്താക്കളാകരുതെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് കൽപ്പറ്റ നാരായണൻ. എഴുത്തുകാർക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വേണം, പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന് അവർ അടിമപ്പെടരുത്. അത്തരം അവസ്ഥ വന്നാൽ പല ജനദ്രോഹ കാര്യങ്ങൾക്കും അവർ മൗനം പാലിക്കുന്ന മാനസികാവസ്ഥയുണ്ടാകും. അത് എഴുത്തുകാരന് ഭൂഷണമല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ വാദങ്ങൾ താൻ ഇപ്പോഴും മുറുകെ പിടിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുകയാണ് കൽപ്പറ്റ. CPM-ലെയും കോൺഗ്രസിലെയും ജീർണ രാഷ്ട്രീയത്തിന് നേരെ വിരൽ ചൂണ്ടുകയാണ് സാഹിത്യകാരൻ. എന്തിനും ഏതിനും അഭിപ്രായം പറഞ്ഞിരുന്ന പല സാഹിത്യകാരന്മാരും ഇപ്പോൾ മൗനത്തിലാണ്. ഇതിനിടയിലാണ് കൽപ്പറ്റയുടെ വേറിട്ട ശബ്ദം എത്തുന്നത്. കവി, നോവലിസ്റ്റ്, ഉപന്യാസകാരൻ, സാഹിത്യ വിമർശകൻ, സാംസ്കാരിക നിരീക്ഷകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് കൽപ്പറ്റ നാരായണൻ. സമ്പന്നനായി ആഡംബരത്തോടെ ജീവിക്കുക, എന്ത് സംഭവിച്ചാലും ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു തലമുറ ഇവിടെ വളർന്നു വരുമ്പോഴാണ് അതിലൊരുവനാണ് തന്റെ മകൻ എന്ന് മുഖ്യമന്ത്രി അഭിമാനപൂർവ്വം പറയുന്നത്. ജീവിതം പണയം വെച്ച് ഒട്ടേറെ തല്ലുവാങ്ങി ആരോപണങ്ങൾ ഏറ്റുവാങ്ങി പ്രവർത്തിക്കുന്ന DYFI-കാരനെയും SFI-കാരനെയും അവഗണിക്കുകയാണ് ഈ വാക്കുകളെന്നും കൽപ്പറ്റ കുറ്റപ്പെടുത്തി.